സ്വർണ്ണപീഠം കാണാതായതിന് പിന്നിൽ വലിയ ഗൂഢാലോചന സംശയിക്കുന്നതായാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പീഠം കണ്ടെത്തിയത്. ഒളിപ്പിച്ചു വെച്ച ശേഷം കണ്ടില്ല എന്ന് പരാതി പറയുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് മന്ത്രിയുടെ വിമർശനം. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ അതിൻ്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. സ്വാഭാവികമായും സംശയിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെ വേറൊരു ചോദ്യം ഉയരുന്നത്, ആർക്കും എന്തും അങ്ങനെ കൊണ്ടുപോയി ഒളിപ്പിക്കാൻ, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ കഴിയുമോ ദേവസ്വം മന്ത്രി എന്ന് തിരിച്ചു ചോദിക്കേണ്ടതായി വരും. ദേവസ്വം ബോർഡിനോടും ഇതേ ചോദ്യം തന്നെ ചോദിക്കേണ്ടി വരും, അല്ലേ? ആർക്കും എന്തും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാം, എവിടെയും ഒളിപ്പിക്കാം, എത്ര കാലം വേണമെങ്കിലും ഒളിപ്പിക്കാം. ആരെങ്കിലും ഇക്കാര്യങ്ങൾ പുറത്തു വന്ന് വെളിപ്പെടുത്തുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയോ ചെയ്യുന്നതുവരെ.